അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, നാം ചൊല്ലുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യമേറിയ ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ഒരു ദിക്ർ. ഈ ദിക്റിനെ കുറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ഹദീസുകൾ അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ദിക്റായതുകൊണ്ട് ചിലപ്പോൾ നാം അങ്ങനെ ചിന്തിച്ചു പോകും, ഇത് ചെറിയൊരു ദിക്റാണ്, അല്ല വലിയ പൗരുഷമുള്ള എത്രയോ മഹത്വമേറിയ ദിക്റാണ്. അത്രമാത്രം ഹദീസുകളിൽ അതിനെക്കുറിച്ച് മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് കാണാം, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമിൻ മിഅത മറ അൻഹു ഖതായാഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ. ഒരാൾ ഈ ദിക്ർ നല്ല ഈമാനോടുകൂടെ നല്ല ഇഖ്ലാസോടുകൂടെ മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഇതിൻ്റെ മഹത്വങ്ങളൊക്കെ എന്ന് കരുതിയിട്ട് ഒരാൾ ഒരു 100 തവണ ഒരു ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്ർ അവൻ ചൊല്ലുകയാണെങ്കിൽ അവന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? അവൻ്റെ എല്ലാ ദോഷങ്ങൾ പൊറുക്കപ്പെടും, മായ്ക്കപ്പെടും. ഇതിൻ്റെ പ്രതിഫലം വളരെ പ്രധാനപ്പെട്ട മുത്തുനബി പറഞ്ഞ പ്രതിഫലം അതാണ്, അവൻ്റെ ദോഷങ്ങൾ മായ്ക്കപ്പെടും. എന്നിട്ട് പറയുന്നുണ്ട്, വൈൻകാനത്ത് മിസ്ല സബദൽ ബഹർ, അവൻ്റെ ദോഷം എത്രമാണെങ്കിലും, എത്രത്തോളെന്ന് പറഞ്ഞാൽ കടലിൻ്റെ തിരമാല അത്രമാത്രം അവന് ദോഷമുണ്ടോ പാപമുണ്ടോ അതൊക്കെയും അള്ളാഹു പൊറുക്കപ്പെടും, അള്ളാഹു മാഫ് ചെയ്തു തരും. ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകും, ഈ ഒരു ചെറിയൊരു ദിക്റ് കൊണ്ട് ഇത്രയെല്ലാം പോരിശയുണ്ടോ, ഇത്രയെല്ലാം ദോഷങ്ങൾ പൊറുക്കപ്പെടും. തീർച്ചയായും പൊറുക്കപ്പെടും. മുത്തനബിയാണ് പറയുന്നത്. അള്ളാഹുവല്ലേ പൊറുക്കുന്നത്, അള്ളാഹുവല്ലേ മാഫ് ചെയ്യുന്നത്. മുത്തനബി പറഞ്ഞതുപോലെ കേട്ടാൽ അത് മാഫ് ചെയ്യാൻ അള്ളാഹുവിന് ഒരു തടസ്സമുണ്ടോ? തീർച്ചയായും മുത്തനബി പറഞ്ഞതുപോലെ ഈ ദിക്റുകൾ നല്ല ഈമാനോടുകൂടെ നല്ല ഇഖ്ലാസോടുകൂടെ നാം ചൊല്ലുകയാണെങ്കിൽ മുത്തനബി പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ദോഷങ്ങളും എല്ലാ പാപങ്ങളും ഇത് പൊറുക്കപ്പെടാൻ ഇത് മാത്രം മതി. ഗൗരവത്തോടു കൂടെ കാണണം. ഈ ദിക്റിനെ കുറിച്ച് മറ്റൊരു സ്ഥലത്ത് പറയുന്നത് കാണാം, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ. മുത്തനബി വളരെ ഭംഗിയോടുകൂടെ ഈ ദിക്റിനെ കുറിച്ച് ഒരു ഹദീസിൽ പറയുന്നതാണ്. ഒരു 2 കലിമത്ത് അലൽ ലിസാൻ, ഖഫീഫത്താനി അലൽ ലിസാൻ, നാവുമേൽ പറയാൻ വളരെ എളുപ്പമുള്ള സുലഭമുള്ള വളരെ 2 കലിമത്തുകൾ. സഖീലത്താനി ഫിൽ മീസാൻ, അത് ചെറിയ ദിക്റാണെങ്കിലും പക്ഷേ നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ മുമ്പിൽ തിന്മകൾ തൂക്കപ്പെടുന്ന സമയത്ത് മീസാൻ തട്ടിൽ വലിയ ഭാരമുള്ള 2 കലിമത്തുകൾ. ഹബീബത്താനി ഇലർ റഹ്മാൻ, അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള 2 കലിമത്ത്. അത് ഏതാണെന്നറിയോ? സുബ്ഹാനല്ലാഹിൽ അളീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി. എന്തൊരു ഭംഗിയായിട്ടാണ് മുത്തനബി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാണ് ഇതിൽ പറഞ്ഞത്? ആദ്യം തന്നെ മുത്തനബി പറഞ്ഞത് എന്താ? വളരെ എളുപ്പമുള്ളത്, വളരെ സുലഭമുള്ളത്. ഇത് പറയാൻ കുറേ സമയമോ കഷ്ടമോ അതൊന്നുമില്ലല്ലോ. ഒന്ന് മനസ്സ് വെച്ചാൽ ഇത് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അങ്ങനെ പറയാൻ പറ്റുന്ന ഈ ദിക്ർ പക്ഷേ ചെറിയ ദിക്റാണെന്ന് നിസാരതയോടുകൂടെ കാണരുതേ. അത് മീസാൻ തട്ടിൽ വലിയ ഭാരം തൂങ്ങുന്ന ദിക്റാണ് എന്ന് മാത്രമല്ല അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള ആ ദിക്റാണ്. ഈ ദിക്ർ ഗൗരവത്തോടു കൂടെ പറയണേ, പതിവാക്കണേ. നമ്മുടെ ജീവിതത്തിൽ നിത്യമായി ഈ ദിക്ർ ഉണ്ടാകണേ എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് കാണാം, മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി. ഒരാൾ സുബ്ഹി നേരത്ത് അതുപോലെ തന്നെ ഒരാൾ മഗ്രിബിൻ്റെ സമയത്തും പറയുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്ർ ഒരു 100 തവണ ഒരാൾ പറയുകയാണെങ്കിൽ ലം യഅതി അഹദുൻ യൗമൽ ഖിയാമത്തി ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി. സുബ്ഹാനല്ലാഹ്. ഒരാൾ ഈ ദിക്ർ ഒരു ദിവസം രാവിലെയും വൈകുന്നേരം ഒരാൾ പറയുകയാണെങ്കിൽ 100 തവണ പറയുകയാണെങ്കിൽ
നാളെ ഖിയാമത്ത് നാളിൽ ഇവനേക്കാൾ പോരിശയുള്ളവൻ, ഇവനേക്കാൾ ശ്രേഷ്ഠതയുള്ളവൻ ഖിയാമത്ത് നാളിൽ വേറെ ഒരാളും ഉണ്ടാവുകയില്ല. ഇനി ഉണ്ടാകണമെങ്കിൽ ഇവനെപ്പോലെ അമല് ചെയ്തവനായിരിക്കണം, അല്ലാതെ ഒരാൾക്കും നാളെ ആഖിറത്തിൽ ഇവനേക്കാൾ വലിയ സ്ഥാനം ഉണ്ടാവുകയില്ല. ഉത്തരവ് ഇതിൻ്റെ പ്രതിഫലം പറഞ്ഞത് അങ്ങനെയാണ്, വേറൊന്നുമല്ല പറഞ്ഞത്. ഇവനേക്കാൾ പോരിശയുള്ളവൻ നാളെ ഖിയാമത്ത് നാളിൽ വേറെ ഒരാളും ഉണ്ടാവുകയില്ല. നോക്ക്, എന്തൊരു മഹത്വമായിരിക്കും, എന്തൊരു സ്ഥാനമായിരിക്കും. ആ ദിക്റിനി വളരെ ഗൗരവത്തോടു കൂടെ കാണണം. ചെറിയ വിഷയമൊന്നുമല്ലല്ലോ. അതേ, ഇത്രമാത്രം ബഹുമാനമുള്ള, ഇത്രമാത്രം ശ്രേഷ്ഠതയുള്ള മുത്തുനബി ഇത്രമാത്രം ഹദീസുകളിൽ ഇതിൻ്റെ പോരിശകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതല്ലേ എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കണം. ഗൗരവത്തോടു കൂടെ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കണം, പതിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.